ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓക്കെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകളിലെല്ലാം പഠിച്ചത് എന്താണ്? വിശുദ്ധ കുർബാനയെ പറ്റിയും അതിൻ്റെ ഓരോ ഭാഗങ്ങളെ പറ്റിയുമാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്താണ്? ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ ദൈവവചനവും ക്രൈസ്തവ ജീവിതവും. ഓക്കെ, എന്താണ് ദൈവവചനം? അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ദൈവവചനം കേൾക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ കേൾക്കുന്നത്? ഓക്കെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ജോൺ ചാപ്റ്റർ 1. In the beginning was the Word, and the Word was with God, and the Word was God. He was in the beginning with God. All things come into being through Him, and without Him not one thing came into being. Okay. അപ്പം എന്താണ് ദൈവവചനം? ദൈവവചനം എന്ന് പറയുന്നത് അത് ദൈവം തന്നെയാണ്. അതുപോലെ തന്നെ പൂർവ്വകാലങ്ങളിൽ എന്താണ് സംഭവിച്ചത്? പൂർവ്വകാലങ്ങളിൽ ദൈവം പ്രവാചകന്മാർ വഴി നമ്മോട് സംസാരിച്ചു. എന്നാൽ അതിനുശേഷം എന്താണ്? പുതിയ നിയമത്തിൽ വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനെ നമ്മുടെ ഇടയിലേക്ക് വിട്ട് അവൻ വഴി നമ്മളോട് സംസാരിച്ചു. ഈ കറണ്ട് ലൈഫില് അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വിശുദ്ധ വചനത്തിലൂടെ, തിരുലിഖിതങ്ങളിലൂടെ നമ്മളോട് ദൈവം സംസാരിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി തരുന്ന നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. അപ്പം നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോൾ, കുർബാനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ വിശുദ്ധ ലിഖിത വ്യാഖ്യാനം, അതായത് ബൈബിൾ വായനയ്ക്ക് ശേഷം അച്ഛന്മാര് നമുക്ക് ഓരോ ഭാഗവും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പം ചില അച്ഛന്മാരെന്താ ചെയ്യുന്നത്? കറണ്ട് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ ബൈബിൾ വചനത്തിനോട് ചേർത്ത് വ്യാഖ്യാനിച്ച് നമ്മുടേതായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലേ? അപ്പം ഇതിൽ നിന്നെല്ലാം ദൈവം ഇതിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എന്താണ്? ധ്യാനത്തിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനകളുടെ ഇടയ്ക്ക് നമുക്ക് രോഗശാന്തി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, അവിടെയെല്ലാം എന്താണ്? അച്ഛന്മാരുടെയും അല്ലെങ്കിൽ ധ്യാനഗുരുക്കന്മാരുടെയും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെയൊക്കെ ആയുധം എന്താണ്? വിശുദ്ധ വചനമാണ്. ആ വചനത്തിന്റെ ശക്തി അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പം ആ വചനത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത്, അതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോകുന്നത്. Once Jesus' mother and his brothers came to him, but they could not reach him because of the crowd. And he was told, "Your mother and your brothers are standing outside waiting to see you." But he said to them, "My mother and my brothers are those who hear the word of God and do it." Luke chapter 8 verses 19 to 21. The word of God is the foundation of Christian life. If we want to maintain personal relationship with Jesus and share the salvation offered, we must receive him in our life. To receive him, we must practice what he taught. The importance of the word of God.
The Word of God is a source of the revelation of God, which in turn is the basis of our life of faith. Man is created to partake in the divine life and derive heavenly bliss. This is realized through knowing and loving Him. But man, with his limited brain and capacity, is unable to understand completely the divine mysteries. Hence, God, who is eternal love, decided to reveal them to him. This revelation has been completed through Jesus. The Bible pictures clearly the history of this revelation. God speaks to man through the Bible. The Bible unravels the eternal truths such as who God is, how He interacts with us for our redemption, and how we can reach God. The Second Vatican Council teaches about the importance of the Bible. The Church venerates the Holy Bible just as the sacred body of Christ is venerated. Because it is through the Holy Bible, the Heavenly Father looks at His children with immense love and converses with them. The power and might of the Word of God are very great. It provides the Church with support and vigor. It supplies the necessary faith to her children and food for their souls. It is through the Word of God, the principles of faith, such as the mystery of the Holy Trinity, the core of our faith, the Messianic ministry, sacraments, life of resurrection, and the like are revealed. These are the mysteries we celebrate in the Holy Kurbana. ദൈവവചനത്തെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിനെ പറ്റി സഭയുടെ ആധികാരിക പഠനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് CCC അല്ലെങ്കിൽ കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും. അപ്പം കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച്, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ബൈബിളിനെ പറ്റി അല്ലെങ്കിൽ ദൈവവചനത്തെ പറ്റി എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. ഓക്കെ, അതല്ലേ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തനിക്ക് പറയാനുള്ള എല്ലാം അവിടുന്ന് നേരിട്ട് നമ്മോട് പറഞ്ഞു. അതിൻ്റെ എല്ലാം റെക്കോർഡിംഗ് ആണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. അതുപോലെ തന്നെ ഉണ്ട് പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ലിഖിത രൂപങ്ങളിലാക്കപ്പെട്ട ദൈവത്തിന്റെ സംഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥം. അപ്പം ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രന്ഥകർത്താക്കള് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് എഴുതിയതാണോ? അല്ല, ഒരിക്കലും അല്ല. അത് പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരിൽ ആവസിക്കുകയും പരിശുദ്ധാത്മാവാണ് ബൈബിൾ എഴുതിയേക്കുന്നത്, അല്ലാണ്ട് ഒരാളല്ല. വിശുദ്ധ യോഹന്നാനല്ല, വിശുദ്ധ മർക്കോസ് അല്ല, വിശുദ്ധ ലൂക്ക അല്ല, അല്ലെങ്കിൽ വിശുദ്ധ മത്തായി അല്ല. അവിടെ എല്ലാം എഴുതിയേക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. പക്ഷേ അന്നേരം ഒരു ഡൗട്ട് വരാം. ഈ പറയുന്ന വിശുദ്ധ മത്തായി എഴുതിയിട്ടുണ്ട്, ലൂക്ക എഴുതിയിട്ടുണ്ട്, ഇവരെല്ലാം തന്നെ ഒരേ കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അതെ. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ എന്താണ്? ഓരോ കാലത്തിനും അല്ലെങ്കിൽ ഓരോ കൾച്ചറിനും അനുസരിച്ച്. അപ്പം ഓരോരുത്തരും എഴുതിയേക്കുന്ന അവരുടെ ഒരു സമയം അല്ലെങ്കിൽ കാലഘട്ടം അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്ന സ്ഥലം, അതിനെ ബേസ് ചെയ്താണ് അവർ എഴുതിയിരിക്കുന്നത് അവരുടേതായ ഭാഷയിൽ. പക്ഷെ ഇവിടെ എല്ലാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ്? പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ലിഖിത രൂപങ്ങളിലാക്കപ്പെട്ട ദൈവത്തിന്റെ സംഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇവിടെ എല്ലാം ബൈബിൾ എഴുതിയിരിക്കുന്ന ആരാ? ബൈബിൾ എഴുതിയത് ആരാണ്? പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഓരോ വചനങ്ങൾക്കും അതിൻ്റെതായ ശക്തി ഉണ്ടാകുന്നത്. വചനം പറയുമ്പോൾ രോഗികൾ സുഖമാക്കപ്പെടുന്നു. വചനം പറയുമ്പോൾ മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഇവിടെയെല്ലാം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത്. അതായത്
റോമാ മെത്രാനായ പത്രോസിന്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ബൈബിളിന്റെ ഓരോ വാക്യങ്ങൾ, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവണമെന്ന് വൈദികരിലൂടെ അല്ലെങ്കിൽ മെത്രാന്മാരിലൂടെ ചാക്രിക ലേഖനങ്ങളുടെ എല്ലാം നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ അതാത് കാലത്തിനനുസൃതമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. The Word of God in Christian life. The Word of God has an important place in our Christian life. It remains the foundation of our life. As Saint Peter teaches, we have been born anew, not of perishable, but of imperishable seed, through the living and enduring Word of God. 1 Peter chapter 1, verse 23. Those who listen to the Word of God and live accordingly will be saved. Jesus said, "Very truly I tell you, whoever keeps my word will never see death." John chapter 8, verse 51. The Word of God are spirit and life. John chapter 6, verse 63. Those who pay heed to the Word of God with faith, love, and prayer will have divine life. Everyone who hears the Word of God and acts on them will be like a wise man who built his house on a rock. Matthew chapter 7, verse 24. He can overcome any dilemma with valor. That the Lord is the strength, light, and fortress will deepen in him. Psalms chapter 31, verses 2 to 3. In adverse circumstances, the Word of God would impart strength and inspiration. As it is said in the book of Maccabees, we have as encouragement the holy books that are in our hands. 1 Maccabees chapter 12, verse 9. അതുപോലെ തന്നെ സ്വന്തം നന്മയാൽ പ്രേരിതനായി മനുഷ്യർക്ക് തന്നെ വെളിപ്പെടുത്താനായി ദൈവം അവരോട് മാനുഷിക വാക്കുകളിൽ സംസാരിക്കുന്നു. മനുഷ്യന്റെ ഭാഷകളിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചസ്സുകൾ വാസ്തവത്തിൽ എല്ലാ രീതികളിലും മാനുഷിക ഭാഷണത്തോട് സാധർമ്യമുള്ളവയാണ്. നിത്യപിതാവിന്റെ വചനം മാനുഷിക ബലഹീനതയുടെ മാംസം ധരിച്ചപ്പോൾ മനുഷ്യരോട് സാദൃശ്യമുള്ളവനായി തീർന്നത് പോലെയാണിത്. ഓക്കെ, അതായത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്നു അല്ലെങ്കിൽ വസിച്ചു. അതാരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തു വചനമാണ്. ആ വചനം മാംസരൂപം സ്വീകരിച്ചതാണ് അല്ലെങ്കിൽ മനുഷ്യരൂപം സ്വീകരിച്ചതാണ് യേശുക്രിസ്തു. അപ്പം ആ യേശുക്രിസ്തു പറയുന്നതെല്ലാം ദൈവവചനമാണ് അല്ലെങ്കിൽ ദൈവം തന്നെയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം തന്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്. കൃത്യത അത് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ സ്വർഗസ്ഥനായ പിതാവ് തന്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനും വരുന്നു. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചോ? അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അല്ലെങ്കിൽ വിശുദ്ധ വചനത്തിലൂടെ ദൈവം തന്റെ മക്കളെ സന്ദർശിക്കാനും അവരോട് സംസാരിക്കാനുമായിട്ട് വരുന്നു. അവിടെ എല്ലാം എന്താണ് പറയുന്നത്? വചനം തന്നെയാണ് ദൈവം. അപ്പം നമ്മൾ അതിൻ്റെതായ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ ഏറ്റവും പവിത്രതയോടെ അല്ലെങ്കിൽ വിശുദ്ധ വചനങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ മാനുഷിക രചയിതാക്കളെ ദൈവം പ്രചോദിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്കായി ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്തു. അവരുടെ കഴിവുകളോടും ശക്തികളോടും കൂടെ അവരെ ദൈവം ഉപകരണങ്ങളായി വിനിയോഗിച്ചു. ഗ്രന്ഥരചനാ പ്രക്രിയയിൽ ദൈവം അവരിൽ കൂടെയും പ്രവർത്തിച്ചെങ്കിലും യഥാർത്ഥ ഗ്രന്ഥകാരന്മാർ എന്ന നിലയ്ക്കാണ് അവർ ദൈവം തങ്ങളോട് ആവശ്യപ്പെട്ടത് മാത്രം രേഖപ്പെടുത്തിയത്. അപ്പം അവിടെ എല്ലാം ആരാണ് ഗ്രന്ഥകർത്താക്കന്മാരോട് ആവശ്യപ്പെട്ടത്? ദൈവം പരിശുദ്ധാത്മാവ് വഴി ഗ്രന്ഥകർത്താക്കന്മാരോട് ആവശ്യപ്പെട്ടു. അതും ദൈവം ആവശ്യപ്പെട്ടത് മാത്രം ആണ് എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് അവരുടെ മനസ്സിൽ തോന്നിയതോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ വന്നതോ ഒന്നുമല്ല. ഓക്കെ, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാതാവ്. ഓക്കെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥം ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് മാനുഷിക ഗ്രന്ഥകാരന്മാർ യഥാർത്ഥത്തിൽ എന്തു വ്യക്തമാക്കാനാണ് ഉദ്ദേശിച്ചതെന്നും
അവരുടെ വാക്കുകൾ വഴി നമുക്കായി എന്ത് വെളിപ്പെടുത്താനാണ് ദൈവം തിരുവുള്ളമായതെന്നും വായനക്കാരൻ ഗ്രഹിക്കണം. വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും അവരുടെ കാലത്തെ സാഹിത്യ രൂപത്തിന്റെയും പ്രത്യേകതകളും ആ കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും അവിജ്ഞാനത്തിന്റെയും രീതികളും നാം ശ്രദ്ധിക്കണം. ഓക്കെ, വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടം, അവർ ജീവിച്ചിരുന്ന കൾച്ചർ, അല്ലെങ്കിൽ അവരുപയോഗിച്ച ഭാഷ. ഇപ്പം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളിലും നമ്മൾ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അതിൻ്റെ എക്സാക്ട് മീനിങ് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള ബൈബിള് മീൻസ് എഴുതിയ ഭാഷയിൽ തന്നെ വായിച്ച് അത് മനസ്സിലാക്കിയാൽ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം PhD എടുത്തിരിക്കുന്ന ഞാൻ എന്നുള്ളൊരു വേർഡ് മാത്രമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു വേർഡിന് വേണ്ടി PhD എടുക്കുക എന്ന് പറഞ്ഞപ്പം ബൈബിളിനെ പറ്റി PhD എടുക്കണമെങ്കിൽ എത്രമാത്രം പഠിക്കണം, അല്ലെങ്കിൽ ഓരോ വാക്യങ്ങളും എല്ലാം പഠിച്ച്, ഡോക്ടറേറ്റ് എടുക്കുന്ന അച്ഛന്മാരൊക്കെ ഇതാണ് ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവർ ആദ്യമേ തന്നെ ആ ഭാഷ പഠിക്കും. ആ കാലഘട്ടത്തില് ആ ഗ്രന്ഥ രചയിതാവ് എഴുതിയ ഭാഷ അത് ആദ്യമേ പഠിച്ച്, എന്നിട്ട് ആ ഭാഷയിലുള്ള ബൈബിള് വായിച്ച് എന്നിട്ടാണ് അതിനെപ്പറ്റി പഠനം നടത്തുന്നത്. അതുകാരമാണ് അതിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറഞ്ഞു തരാൻ പറ്റും. എന്നിട്ട് അവരത് നമ്മുടെ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. The word of God and discipleship. If you continue in my word, you are truly my disciples. John chapter 8 verse 31. To become the true disciples of Jesus, we must be rooted in the word of God. Jesus wished that his disciples should be filled with the word. Often he exhorts his disciples to listen to his words. A true disciple fulfills the wish of his master. The disciples of Jesus should know his wish. God reveals his wish through the sacred word. The word of God is the wish of God about man. The discipleship of Jesus is a sharing of his individuality. A life according to his teachings is real discipleship. We must realize this discipleship through our ordinary life and activities. Jesus said, "Not everyone who says to me, 'Lord, Lord,' will enter the kingdom of heaven." Matthew chapter 7 verse 21. The word of God leads to conversion. We come across many individuals converted with the word of God. Zacchaeus, who met Jesus and heard his words, received Jesus not only in his house but in his heart as well. His contact with Jesus transformed him to a new person. He paid back fourfold of what he defrauded others of their possessions, and half of his wealth was given to the poor. Thus he gave proof for the renewal of his life. Luke chapter 19 verses 1 to 10. Having met God, the Word, the Samaritan woman could enter into a new life. She became a missionary who led a whole town to Jesus. John chapter 4 verses 1 to 42. The Word of God dispels darkness. The Word was the light of mankind. That light shines in darkness. Darkness could not overcome it. John chapter 1 verses 4 to 5. First of all, God, with his word, dispelled darkness. The first thing he created was light. "Let there be light," he said. And darkness was replaced by light in the world. Genesis chapter 1 verse 3. God's word is a lamp to our feet and a light to our path. Psalms chapter 119 verse 105. "I am the way, the truth and the life." John chapter 14 verse 6. The word of God helps us to walk through the path of Jesus. When we go through the wrong path, he guides us through the correct path. The night is far gone, the day is near. Let us then lay aside the works of darkness and put on the armor of light. Let us live honorable as in the day, not in reveling and drunkenness, not in debauchery and licentiousness, not in quarreling and jealousy. Instead, put on the Lord Jesus Christ. Romans chapter 13 verses 12 to 13. This word of God converted Saint Augustine, who had a 30-year-long wayward life.
It was the word of God that helped Saint Francis Xavier, a teacher in the University of Paris, to renounce the momentary pleasures of the world and become a priest and then a saint. What will it profit them if they gain the whole world but forfeit their life? Matthew chapter 16 verse 26. Francis, who heard this word of God, saved himself besides having saved the souls of many and become a missionary. Similarly, all the saints attain holiness when they walk through the path of the word. The word of God gives life. With the power of the word, Lazarus regained life after 4 days of his death. John chapter 11 verse 44. Jairus' daughter, who was dead, returned to life when the word of God entered her. She walked about as though she was awake from sleep. Mark chapter 5 verses 41 to 42. The dead son of a widow, carried in a bier, revived to life with the power of the word of God. Luke chapter 7 verses 14 to 15. Whoever has a son has life. Whoever does not have the Son of God does not have life. 1 John chapter 5 verse 12. Even nowadays, the word of God is giver of life. The benumbered mind is revived with it. Ezekiel 36:37, Hebrews chapter 4. It provides hope for the hopeless, power to the powerless, health to the sick, destroys bondage to sin and guides to the correct path those who lose their way. The word of God is redemptive. St. Paul qualifies the word of God as the word of truth with the good news of salvation. Ephesians chapter 1 verse 13. He tells the Corinthians that the gospel provides salvation. 1 Corinthians chapter 15 verses 1 to 2. Jesus assures salvation for those who believe the word of God and receive baptism. Mark chapter 16 verses 15 to 16. God decided through the foolishness of the proclamation of the word to save those who believe. 1 Corinthians chapter 1 verse 21. The word of God is divine strength for the believers. Welcome with meekness the implanted word that has power to save your souls. Jacob chapter 1 verse 21. The word of God liberates and sanctifies. Jesus said, "If you continue in my word, you are truly my disciples, and you will know the truth, and the truth will make you free." John chapter 8 verse 31. This freedom leads us to holiness. Jesus prayed for us before he left here for the abode of his Father. Sanctify them in the truth. Your word is truth. John chapter 17 verse 17. The word of God is fire. Jeremiah chapter 23 verse 29. The fire purifies gold. The more gold is melted in fire, the purer it becomes. Similarly, we become sanctified when the word of God dwells within us. Jesus himself said, "You have already been cleansed by the word that I have spoken to you." John chapter 15 verse 3. The word of God grants eternal life. The word of God conducts us to eternal life. Jesus said, "Very truly I tell you, anyone who hears my word and believes him who sent me has eternal life." John chapter 5 verse 24. The words of Jesus are spirit and life. John chapter 6 verse 63. Those who read the word of God daily and live accordingly shall dwell upon divine life. Certain requisites for experiencing the power of the word of God. Read the word prayerfully. Understand the personal message given through the words by Jesus. Be ready to correct the mistakes and rectify our mistakes revealed through the word of God. Accept the interpretations of the word of God given by the church without trying to have our interpretations. Read the word with a thirst to understand God's plans. Those who listen to and learn the word of God are on the path to eternal life. They will enjoy heavenly bliss and realize the promises given by Jesus. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏതൊക്കെയാണ് പഠിച്ചത്? ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്, ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഡിസിപ്പിൾഷിപ്പ്, ദ വേർഡ് ഓഫ് ഗോഡ് ലീഡ്സ് ടു കൺവേർഷൻ, ദ വേർഡ് ഓഫ് ഗോഡ് ഡിസ്പെൽസ് ഡാർക്ക്നെസ്. Then the word of God gives life, the word of God redemptive, the word of God liberates and sacrifice, the word of God grant eternal life. ഇത്രയും ടൈറ്റിൽസ് ആണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പഠിച്ചത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ അതിൻ്റെ അകത്ത് പഠിച്ച് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം പഠിച്ചു, ഈ ദൈവവചനം ക്രൈസ്തവ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നതെന്ന് പഠിച്ചു, ദൈവവചനവും ശിഷ്യത്വവും എന്താണെന്ന് പഠിച്ചു,
ദെൻ പഠിച്ചതന്നെ ദൈവവചനം മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നാളെ ഏതാണ് ദൈവവചനം അന്ധകാരം അകറ്റുന്നു. ദെൻ പിന്നെ എന്നാണ് പറഞ്ഞത് ദൈവവചനം ജീവദായകമാണ്. പിന്നെ എന്നായിരുന്നു പറഞ്ഞ് ദൈവവചനം രക്ഷാദായകമാണ്. പിന്നെ എന്നാ പറഞ്ഞേ ദൈവവചനം സ്വതന്ത്രരാക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ദെൻ ദൈവവചനം നിത്യജീവൻ നൽകുന്നു. അപ്പം നമ്മുടെ ഇതിന്റെ എല്ലാം ഏറ്റവും ആത്യന്തികമായ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓഫ് വേർഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഈ ബൈബിളിന്റെ അകത്തെല്ലാം ഫൈനലായിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? നിത്യജീവൻ. ഇതിന്റെ അനുസരിച്ച് നമ്മൾ ബൈബിള് അനുസരിച്ച് ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത്? ഈ ലോകത്തിലുള്ള സുഖങ്ങളാണോ? അല്ല, അതിനകത്തെല്ലാം നമ്മുടെ നിത്യജീവിതം അല്ലെങ്കിൽ നമ്മുടെ എറ്റേണൽ ലൈഫ്. ഇതിനു മുമ്പ് ഒരു ചാപ്റ്ററിൽ ഞാനൊരു ചലഞ്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. എന്താണ്? ഒരു പ്രാവശ്യമെങ്കിലും ബൈബിള് മുഴുവനായിട്ടൊന്ന് വായിക്കുക. ഒരു ദിവസം ഒരു 10 മിനിറ്റ് വെച്ചോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചോ വായിച്ച് നമ്മൾ കുറച്ച് സമയം എടുക്കും. പക്ഷെ അത് നമുക്ക് മുഴുവനായിട്ട് വായിച്ചു തീർക്കാം. അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആ CCC അതായത് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഞങ്ങൾ പറയുന്നതും അച്ഛന്മാർ പറയുന്നതും നിങ്ങളുടെ പേരൻസ് പറഞ്ഞു തരുന്നതൊക്കെ അതിലൊന്നും ഒരു പൂർണ്ണത വരണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്കത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് CCC പ്ലേ സ്റ്റോറിൽ CCC എന്ന് അടിക്കുക, അല്ലെങ്കിൽ CCC എന്ന് അടിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന് അടിച്ചു കഴിയുമ്പോൾ CCC എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും സഭയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു കാര്യത്തിനും അവിടെ ആൻസർ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാം. അതാണ് ഇന്നത്തെ എൻ്റെ നിങ്ങൾക്ക് തരാനുള്ള ഒരു ചലഞ്ച്. ഓക്കെ.